ഇന്നലെ ഇഡി ഉദ്യോഗസ്ഥർക്ക് നേരെയുണ്ടായ ആക്രമണം പോലീസിന്റെ പിഴവ് മൂലമാണോ? മുൻ മുഖ്യമന്ത്രി കൂടിയായ പിണറായി വിജയന്റെ വീട്ടിൽ ഇങ്ങനെ ഒരു റെയ്ഡ് നടക്കുമ്പോൾ ക്രമസമാധാന നില തകരാറിലാവാൻ സാധ്യതയുണ്ടെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് പോലീസിന് ആവശ്യമായ മുൻകരുതലും നടപടികളും എടുക്കാൻ കഴിയാതിരുന്നത്? ഈ സംഭവങ്ങളെല്ലാം ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം ശ്രീ രമേശ് ചെന്നിത്തല പറഞ്ഞത് നിയമം കയ്യിലെടുക്കാൻ ആരെയും അനുവദിക്കില്ല എന്നാണ്. നിയമം ഓൾറെഡി കയ്യിലെടുത്തു കഴിഞ്ഞു. സ്ഥിതി ഇത്രത്തോളം മോശമാവാതിരിക്കാനുള്ള മുൻകരുതലുകൾ എടുക്കാമായിരുന്നിട്ടും അതെടുക്കാതെ അവസാനം നിയമം കയ്യിലെടുക്കാൻ അനുവദിക്കില്ല എന്ന് പറയുന്നതിൽ എന്ത് കാര്യമാണുള്ളത്? അതുപോലെ ഇന്നലെ കണ്ട മറ്റൊരു കാര്യമാണ് രാജ്യസഭാ എം പി കൂടിയായ ശ്രീ ജോൺ ബ്രിട്ടാസ് പോലീസിനോട് പറയുകയാണ് അവരെ പ്രകോപിപ്പിക്കരുതെന്ന്. ആരെയാണ് പ്രകോപിപ്പിക്കരുതാത്തത്? ആക്രമണം നടത്തിയവരെയാണോ? CPM പ്രവർത്തകരെയാണോ? നാട്ടിലെ ക്രമസമാധാന നില തകരാറിലാക്കുന്നവർക്കെതിരെ നടപടിയെടുക്കാൻ പോലും പോലീസിനാവുന്നില്ല. എന്തായാലും പോലീസിലെ അഴിച്ചുപണിയിലൂടെ എല്ലാം ശരിയാവുമെന്ന് വിശ്വസിക്കാം.